നമസ്കാരം. ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബൊമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ വില പിടിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇന്ന് പറയാൻ പോകുന്നത് വേഴമാറ്റത്തെ കുറിച്ചാണ്. ഈ 2025 മെയ് മാസം 14-ാം തീയതി വേഴഗ്രഹം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിൽ പ്രവേശിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി വരെയാണ് വേഴൻ മിഥുനൻ രാശി നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു രാശി മാറ്റമുണ്ട്. 2025 ഒക്ടോബർ 18-ന് മാറി 2025 ഡിസംബർ മാസം 5-ാം തീയതി വീണ്ടും കർക്കിടകത്തിൽ നിന്ന് വക്രത്തില് മിഥുനൻ രാശിയിൽ വരും. അപ്പൊ അശ്വതി ഭരണി കാർത്തികയുടെ കാല് വരെയുള്ള മേടക്കൂറുകാർക്ക് ഈ വേഴമാറ്റം എന്തൊക്കെ ഗുണങ്ങൾ എന്തൊക്കെ ദോഷങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ വേഴൻ ഇപ്പോ മെയ് വരെ 2-ലും അത് കഴിഞ്ഞ് ഒരു കൊല്ലം 3-ലും അടുത്ത നവംബർ മുതൽ ഡിസംബർ വരെ 4-ലും ഡിസംബർ മുതൽ വീണ്ടും 3-ലും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പൊ വേഴൻ 3 നിൽക്കുന്ന സമയം കുറച്ചൊക്കെ കൊള്ളാമെങ്കിലും ഈശ്വരാനുകൂല്യ കുറവത്തി ഉള്ള ഘട്ടമാണ്. ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാര്യത്തിന് പോയാലും വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും കിട്ടും. ഈശ്വരാനുകൂല്യം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിശ്രമം ചെയ്താലേ നേടിക്കിട്ടാൻ പറ്റും. 3-ല് വേഴൻ നിൽക്കുമ്പോൾ സൗമ്യേ ഭ്രാതൃഗതേ സഹോദര സഹായ ആരോഗ്യ ലാഭാധികം സദ്ബുദ്ധേരുദയശ്ച ധൈര്യരുതി ഇതേതൽ ഫലം പ്രച്ഛതാമാണ്. അപ്പൊ ശുഭഗ്രഹങ്ങൾ 3-ൽ നിൽക്കുന്ന കാലഘട്ടം, പ്രത്യേകിച്ച് വേഴൻ മുതലായ ഗ്രഹങ്ങൾ 3 നിൽക്കുന്ന സമയം സഹോദര സഹായ ആരോഗ്യ ലാഭാധികം, സഹോദരങ്ങളെ കൊണ്ടും സഹചാരികളെ കൊണ്ടും സുഖ നന്മകളും സന്തോഷവും കാര്യനേട്ടങ്ങളും കിട്ടുകയും ആരോഗ്യ ലാഭാധികം, നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടുന്ന തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവും. ഇപ്പൊ ചെറിയ ഗുളികയും മരുന്നും ഒക്കെ കഴിക്കേണ്ടി വരും. മരുന്നും മന്ത്രവും ഒക്കെ വേണം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾ മഹാരോഗിയായിട്ട് അധപ്പതിച്ചു പോകില്ല. ചികിത്സകളും മരുന്നും മന്ത്രങ്ങളും കൊണ്ട് നമുക്ക് ആരോഗ്യ ലാഭാധികം, ആരോഗ്യങ്ങളും കിട്ടും, അധികമായ ലാഭങ്ങളും കിട്ടും. സദ്ബുദ്ധേരുദ്ദേശ, നല്ല ബുദ്ധിയുള്ളവരും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന സമയമാണ് 3 നിൽക്കുമ്പോൾ. എങ്കിലും നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ച സദ്ബുദ്ധി നമുക്ക് കിട്ടുകയും ധൈര്യം ഉണ്ടാകുകയും നമ്മൾ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയഭക്തിയോടുകൂടി നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് വിജയങ്ങൾ കിട്ടും. എങ്കിലും വേഴൻ 3 നിൽക്കുമ്പോൾ നമുക്കിട്ട് ദൈവാനുകൂല്യ കുറവ് ഉണ്ടെന്നുള്ളത് പരമ സത്യമാണ്. കാരണം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ മെഷീനറിയും മോട്ടോറും എല്ലാം പ്രവർത്തിച്ച്, ഏത് ഫാക്ടറിയും പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടാൻ പറ്റും. കറണ്ട് ഇല്ലാതെ വന്നാൽ ഒന്നും പ്രവർത്തിക്കില്ല. കറണ്ട് ഉണ്ട്, വാൾട്ടേജ് കുറവ് പോലെയാണ്. കാരണം വേ ഷഷ്ട തൃതീയശ്ച ഭാവാനേഷ്ടയഥാഷ്ടമ ദിനേഷു അനിഷ്ട സംസ്ഥാനം യഥേഷു ധ്രുവദം വരേത്. വ്യയം എന്ന് വെച്ചാൽ 12, ഷഷ്ടം 6, തൃതീയശ്ച 3. അതിനേക്കാളും 8 എന്ന് പറയുന്നത് വളരെ ദോഷമാണ്. അപ്പം 8 നിന്നാൽ 100% ദൈവാനുകൂല്യം ഇല്ല. വ്യയം 12 നിന്നാൽ നമുക്ക് 75% ദൈവാനുഗ്രഹം ഇല്ല. 6 നിന്നാൽ 50% ദൈവാനുഗ്രഹം ഇല്ല. 3 നിന്നാൽ 25%
ദൈവാനുഗ്രഹം ഇല്ല. അപ്പൊ ദൈവാനുഗ്രഹം കുറഞ്ഞിരിക്കുമ്പോൾ നമ്മളൊരു ഓട്ടിന് തോറ്റുക, ഒരു മാർക്കിന് തോറ്റുക, റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടാൻ തടസ്സം വരിക, കിട്ടിയ ജോലി നല്ല പ്രോഫിറ്റ് ഇല്ല, മെച്ചയില്ല, പ്രൊമോഷൻ ഇല്ല, സാലറി ഇല്ല, കമ്മീഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളഞ്ഞിട്ട് പോരുത്, അവിടെ ഇരിക്കണം. അങ്ങനെ നമുക്ക് അഭിവൃദ്ധിക്കും ഭാഗ്യത്തിനും പുഷ്ടിക്കുറവ്, അതേപോലെ കുടുംബകലഹം. 3 വേഴം നിന്ന ആചാര്യന്മാര് പറയണത് ശരിക്കും അരിഭവനെ സഹദേവ മൃഗദാം പത്യോ സ്ഥിരേ കലഹ കൃപപീഡ നിധനഗതെ ലഗ്നന്ദിപ്യ മതോവയേന. അരിഭവനെ, അരി ശത്രുസ്ഥാനത്ത് 6 സഹജേ സഹചാരി സ്ഥാനമായ 3 നിന്ന സ്ഥിതേ കലഹ, കലഹം സ്ഥിതി ചെയ്യും. അപ്പൊ കലഹം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും, അടി, വഴക്ക്, വെട്ട്, കുത്ത്, കൊലപാതകം എല്ലാം കലഹം നിമിത്തമാണ്. കല ഹനയതി ഇതി കലഹ. കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം. കലമുള്ള വീട്, നാട്, രാഷ്ട്രീയ, അമ്പലം ഒന്നും ഇതുവരെയ്ക്കും നന്നായിട്ടില്ല, ഇനി നന്നാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കലഹവും ശത്രുതയും കൂടി വരുന്ന സമയമാണ്. സഹോദരങ്ങളും സഹചാരികളും സഹായിക്കുമെങ്കിലും അവരുടെ വിരോധം കാണിച്ച, അവരിൽ നിന്ന് കിട്ടേണ്ടുന്ന ആദായങ്ങളും പറ്റിക്കൊണ്ട് അവർക്ക് പാരപണി, അവരോട് വിരോധം കാണിച്ച, കൂടെ നിൽക്കുന്ന തൊഴിലാളി, മുതലാളി, ബോസ് എല്ലാവരും കലപിച്ചങ്ങ് പോകും. നമ്മളൊരു പാഠം പഠിപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നും, നമ്മളായിട്ട് ഊപ്പാട് വരുത്തിക്കളയും. അങ്ങനെ നമുക്ക് ഐശ്വര്യത്തിനും മംഗളുണ്ട. കല ഹനയതി ഇതി കലഹ എന്നാണ്. കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം. അപ്പൊ കല ശയിക്കുന്ന സാധനമാണ് കലശം. അപ്പൊ ഇങ്ങനെ നമുക്ക് കലഹങ്ങളും വിരോധങ്ങളും ശത്രുതകളും ഉണ്ടാകാതെ സൂക്ഷിക്കും. ആരുടെയാണ് ഈ കലഹം കാണിക്കണമെന്നറിയാമോ? വേഴൻ ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരു എന്നാണ്. അപ്പൊ ബുദ്ധിയുടെ ആളാണ് നമ്മൾ, ബുദ്ധിമാന്മാരാണ്, എല്ലാം ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്. പക്ഷെ ഈ വേഴം 3 നിൽക്കുമ്പോൾ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും ആലോചിക്കാതെ പല കാര്യങ്ങളിലും എടുത്തു ചാടി കഴുത്തൊടിയേണ്ട സമയം. ഇവിടെ ബുദ്ധി വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണ്. ഒരു സ്ഥലത്ത് പോയിട്ട് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതല്ല ശരി. നേരത്തെ കൂട്ടി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അവിടെ പോയാൽ എങ്ങനെ കാര്യങ്ങൾ ഡീല് ചെയ്യാൻ പറ്റും, അവരെന്തൊക്കെ അഭിപ്രായം പറയും, അവരുടെ മനസ്സിരിപ്പ്, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി ആ അടവ് പഴയ്ക്കാതെ കാര്യങ്ങൾ നടത്തിയതുമാണ്. അങ്ങനെ നമ്മൾ നോക്കിയാലേ നമുക്ക് പറ്റൂ. അങ്ങനെ ബുദ്ധി വേണ്ട തരത്തിൽ ഉപയോഗിച്ചോളും. ഒത്തിരി മക്കളോടും വഴക്കൊക്കെ ഉണ്ടാക്കി കളയും. അപ്പൊ മക്കളുടെയും വഴക്കിനൊന്നും പോകാമല്ലോ. പിള്ളേർ പറയണൊക്കെ ഒക്കെ നമുക്കത് ശരിയാക്കാം എന്ന് പറഞ്ഞ് പിള്ളേരെ സന്തോഷിപ്പിക്കും. കാരണം പിള്ളേർ കലപിച്ചു പോകാനും മരിച്ചു കളയാനൊക്കെ ചാൻസ് ഉണ്ട്. അതെങ്ങനെ മരിക്കും ചോദിച്ചത് എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി. അഷ്ടമം ആയുഷ, അഷ്ടമഞ്ച തയോരവി പ്രിയസ്ഥാനം മാരകസ്ഥാനം ഉച്ചതയെന്ന്. 3 മാരകസ്ഥാനമാണ്. അതുകൊണ്ടാണ് പിള്ളേർക്ക് നമ്മളോട് വിരോധം, നമുക്ക് പിള്ളേരോട് വിരോധം തോന്നും. സന്താനകാരകനായതുകൊണ്ട് സന്താനങ്ങളുമായിട്ടൊക്കെ ചെറിയ വഴക്കും വഴക്കും ഉണ്ടാകും. പിള്ളേരെ വഴക്കെന്നും പറയരുത്. കാരണം അധ്യാപകരായിരുന്നാലും രക്ഷിതാക്കളായിരുന്നാലും അത് മാതാപിതാ ഗുരു ദൈവമെന്നാണ്. അപ്പൊ മാതാവായിരുന്നാലും പിതാവായിരുന്നാലും ഗുരുവായിരുന്നാലും ദൈവമായിരുന്നാലും ഈ സമയത്ത് നമ്മളോട് പിണങ്ങണ സമയമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും മയത്തിൽ നമ്മൾ അങ്ങോട്ട് പോകണം. അങ്ങനെ നമുക്ക് ബുദ്ധിയും പൂത്തരും പിള്ളേർ കലപിച്ചും വിരോധിച്ചും പിള്ളേർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ എല്ലാവരും അത് വേണ്ട മക്കളെ എന്ന് പറയും. അത് മക്കളോടുള്ള വാശി കൊണ്ടോ വിരോധം കൊണ്ടോ അല്ല, സ്നേഹം കൊണ്ടാണ്. അത് മക്കൾ മനസ്സിലാക്കില്ല. എനിക്ക് ആ കല്യാണം വേണ്ട, അല്ലെങ്കിൽ ആ കല്യാണം വേണം, എനിക്കത് പഠിക്കണം, അല്ലെങ്കിൽ എനിക്കത് താല്പര്യമില്ല, ഇങ്ങനെയൊക്കെ ഉച്ചൂറ്റി വളരെ ശത്രുതാപരമായിട്ട് പിള്ളേർ പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണം. പിള്ളേരുടെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടി കുറച്ചൊക്കെ നമ്മളൊന്ന് സമാധാനിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. സ്നേഹം ദേഹം അർത്ഥം ഗുരുത്വം. സ്നേഹം, ഭയങ്കര സ്നേഹമൊക്കെ എല്ലാവരോടും തോന്നും. പക്ഷേ സ്നേഹിച്ചിരിക്കുന്ന ഒരു വിരോധവും കൂടെ കാണിക്കുമ്പോൾ നമ്മളെ ചങ്ക് പറഞ്ഞു പോകും. ദേഹം, ശരീരത്തിൽ ദേഹം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ കാന്തി, ആരോഗ്യം, സൗന്ദര്യം ഇതൊക്കെ കുറഞ്ഞു പോവുകയും എപ്പോഴും നല്ല സുന്ദരനായിട്ടും സുന്ദരിയായിട്ടും നടക്കുന്ന ആൾക്കാർക്ക് വേഷഭൂഷണാദികളൊന്നും
താല്പര്യമില്ലാതെ അങ്ങ് മനസ്സും മുരടിച്ചതുപോലെ നിൽക്കും. ഇതാരെ കാണിക്കഴിഞ്ഞാൽ ഒരുങ്ങണമെന്നൊക്കെ തോന്നും. ശരീരത്തിലുള്ള ആഹാരം അതേപോലെ സൗന്ദര്യവും ഒക്കെ കുറഞ്ഞു വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അർത്ഥം ഗുരുത്വവും പൈസ കിട്ടാൻ തടസ്സം. നമുക്ക് ബാങ്കിൽ ചെന്ന ലോൺ തരാന്ന് പറഞ്ഞ് കുറച്ച് കിട്ടി, പിന്നെ കിട്ടണില്ല. ചിട്ടി പിടിക്കാൻ ചെന്നോ, അയ്യോ അത് കിട്ടിയില്ല. അങ്ങനെ പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആഭരണങ്ങളെ കൊണ്ടൊന്ന് പണയം വെച്ച് എന്നിട്ട് അതിനും എടുക്കാനും കൈകാര്യം ചെയ്യാനും പറ്റാത്ത അവസ്ഥയുള്ള സാമ്പത്തിക കുരുക്കളുണ്ടാവും. വീട് വാങ്ങിക്കാം, വസ്തു വാങ്ങിക്കാം, വണ്ടി വാങ്ങിക്കാനൊക്കെ ആരെങ്കിലും പൈസ കൊടുത്താൽ പിന്നീട് നമുക്ക് ബാക്കി അഡ്വാൻസ് കൊടുത്തു ബാക്കി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവർ പൈസയും തരൂല, വസ്തുവും തരൂല. നമ്മുടെ ഇടക്കാരൊക്കെ ഊപാട് വരുത്തിക്കണം. ബാങ്ക് ഇടപാടെല്ലാം സൂക്ഷിക്കണം. അവരെ ലോണ് തരാന്ന് പറഞ്ഞിട്ട് തരാതേക്ക് ഇരിക്കും. നമ്മളെ പണികൾ ആ വഴിയിലായി പോകും. നമ്മുടെ കാര്യങ്ങൾ മുടങ്ങിപ്പോകാനുള്ള ചാൻസ്. അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. തരൂല, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് നമ്മളെ ബന്ധുവാണ് അവിടെ ഇരുന്നാലും അവർക്ക് അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിയാലല്ലേ പറ്റൂ. അപ്പൊ നമുക്ക് അതിനുള്ള യോഗ്യത കുറവുണ്ടെങ്കിൽ കുഴപ്പങ്ങൾ വരൂല. അപ്പൊ അങ്ങനെയുള്ള കുരുക്കുകൾ നമുക്കുണ്ടാവും. ദേഹം അർത്ഥം ഗുരുത്വം എന്ന് വെച്ചാൽ ആശ്രമം, അമ്പലം, എവിടെ ചെന്നാലും അവരുടെയൊക്കെ വിരോധം തോന്നണം. ഗുരുജനങ്ങളോടും മാതാവിനോടും പിതാവിനോടും ഗുരുവിനോടും ഒക്കെ വിരോധം തോന്നണം. ഗുരുശാപമൊക്കെ ആവശ്യത്തിലധികം കിട്ടും. അതുകൊണ്ട് ഗുരുജനങ്ങളോട് വിരോധത്തിന് പോകരുത്. അർത്ഥം സുഖവും മന്ത്രത്വം, മന്ത്രജപങ്ങളൊക്കെ നടത്തുന്നതൊക്കെ മുടങ്ങിപ്പോകും. മന്ത്രിത്വം എന്ന് പറയുമ്പോൾ ഞാൻ മന്ത്രി എന്നു പറഞ്ഞുകൊണ്ടിരിക്കണവരും മന്ത്രിത്വ അധികാര സ്ഥാനമാനങ്ങളൊക്കെ തെറിച്ചു പോകും. നമുക്ക് സർക്കാരിൽ നിന്ന് അധികാരികളിൽ നിന്നൊക്കെ കിട്ടേണ്ടുന്ന ഭാഗ്യങ്ങൾ നമ്മളൊക്കെ അധ്വാനം കൊണ്ട് നേടുന്ന കാര്യങ്ങളൊക്കെ ബ്രേക്കായി പോകും. അപ്പോൾ ഒന്ന് വേണമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് നേടി ജയിക്കാൻ പറ്റണതുമില്ല. വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും കാലവും നമ്മൾ ഉണ്ടാക്കിയത് പോകും. ചെറിയ ചെറിയ മാനസിക പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ വേഴം 3 നിൽക്കുന്ന കാലഘട്ടത്തിന്റെ ഗതിയാണ് ഈ പറഞ്ഞത്. എന്നാൽ 4 വരും. നവംബർ 18 മുതൽ ഡിസംബർ 5 വരെ. ആ സമയത്ത് വേഴം 4 വരുമ്പോൾ വീട്, വസ്തു, കെട്ടിടം, വാഹനം ഇതൊക്കെ ഉണ്ടാകും. ഗുരുശുക്രൈ കേന്ദ്രകൈ വാസുവിതാകസ്ത്ര അതിരവുമാകിയ എത്ര മഹാരോഗിയായിട്ട് കിടക്കുന്ന ആളും ചാടി എണീറ്റ് രോഗമൊക്കെ മാറി ആരോഗ്യവും ബുദ്ധിയും ശക്തിയും സൗന്ദര്യവും ഒക്കെ മാറി. ഈ കൊല്ലം വേഴം 3-ലാണെങ്കിലും നമുക്ക് 2026 ജൂൺ മാസം മുതൽ വീണ്ടും വേഴം 4-ലോട്ട് വരും. അപ്പോഴും നമുക്ക് 0 ആയിട്ടിരിക്കുന്ന ഒരാളിന് 0 ആയിട്ട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും പറ്റും. എന്നാൽ ഈ കൊല്ലം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികത്തിനും ദാമ്പത്യത്തിനും പുരോഗതിക്കും ഒക്കെ ഇത്തിരി മങ്ങലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ജപം, തപം, അനുഷ്ഠാനങ്ങൾ ചെയ്യണം. അഭിനയം പഠിക്കണം. എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെടണം. ഏത് ഓഫീസിൽ ചെന്നാലും നമ്മളൊരു അധികാരിയാണ്, ഇപ്പം കാണിക്കലാടാന്ന് പറഞ്ഞ രീതി സംസാരിക്കരുത്. നമ്മൾ വളരെ വിനയമായിട്ടും സ്നേഹമായിട്ടും എല്ലാവരോടും ഇടപെടണം. ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരികളുടെ വിരോധവും ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസ്, ഇനി എനിക്ക് ഇവൻ്റെ ജോലി വേണ്ടാന്ന് തോന്നി ജോലി കളഞ്ഞിട്ട് വരാൻ, നല്ല പ്രൊമോഷൻ, സാലറി ഒന്നും കിട്ടണമെന്നെല്ലാം ഉപേക്ഷിച്ച് വരാനൊക്കെ തോന്നും. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളിൽ ചാടാനേ പാടില്ല. നമ്മൾ വിഷ്ണുവിനെ ഭജിക്കണം. നവഗ്രഹ പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ, ശത്രുമാര പൂജ, സുദർശന പൂജ, ഇങ്ങനെയൊക്കെയുള്ള പൂജ വിധാനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. കുടുംബദേവന്മാരെ ഭജിക്കണം. അപ്പോൾ ദോഷങ്ങൾ ഒട്ടുമിക്കതും മാറി കിട്ടും. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ ഈ വേഴമാറ്റമോ ശനിമാറ്റമോ ഒന്നും നിങ്ങൾ അടുത്ത് പോലും വരില്ല. അപ്പോൾ നമുക്ക് ജാതകം ഒന്ന് പരിശോധിക്കണം. ജാതകത്തിന്റെ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഇതൊക്കെ വച്ചാണ് ജാതകം പരിശോധിക്കാനുള്ളത്. നോക്കിയിട്ട് അതിലെന്തെങ്കിലും നല്ല കാലഘട്ടമാണെങ്കിൽ നമുക്ക് ചെറിയ വിഷമതകൾ വരും. അതെന്നെ താനെ മാറും. പക്ഷെ ജാതകത്തിൽ വലിയ ദോഷങ്ങളും ഗ്രഹപ്പിഴകളൊക്കെ ഉള്ള ജാതകമാണെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകും. ഒരു ജാതകം പരിശോധിക്കണം. പരിശോധിച്ച് നോക്കി നിങ്ങൾ ഭഗവത് ജാതകം പരിശോധിച്ചാലും ഇല്ലെങ്കിലും വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരിക്കണം. കാലഭൈരവ സ്വാമി ഭജിക്കണം. കാരണം ഈ ദോഷങ്ങൾ, കാലദോഷങ്ങൾ മാറാൻ കാലത്തിന്റെ ദേവതയായ കാലഭൈരവ സ്വാമിയെ പ്രാർത്ഥിക്കണം. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജയുണ്ട്, 10 മണിക്ക് കുതിർക്കക്ക് ബലിയുണ്ട്.
ഇത് ഹോമമുണ്ട്, മൃത്യുഞ്ജയ ഹോമമുണ്ട്, 4 മണിക്ക് യമരാജ പൂജയുണ്ട്, സർപ്പപ്പാട്ട്, സർപ്പ പൂജകളൊക്കെ ഉണ്ട്. 5 മണി തൊട്ട് ഭദ്രകാളി പൂജയുണ്ട്. 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളവ മുതലായിരിക്കുന്ന വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള പുഷ്പാഭിഷേകവും ഭസ്മാഭിഷേകവും വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള പൂജിച്ച് ഭക്തന്മാർ സമർപ്പിക്കുന്ന കലശങ്ങളുമായിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന പൂജകളൊക്കെ ഉണ്ട്. രാവിലെ വന്നാൽ വൈകുന്നേരം വരെ ഒരു നേരത്തെ ഒരു ദിവസത്തെ ഭജന ഇരുന്ന് നമുക്ക് എല്ലാ പൂജകളും കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ അഭിഷേക സമയത്തെങ്കിലും എത്തി കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തിത്തരണം. ഭഗവാനെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച തീർച്ചയായിട്ടും നല്ലത് വരും. ഒരു പക്ഷേ നാട്ടിലും വീട്ടിലും ഇല്ലാത്തവർക്കാണെങ്കിലോ അതിൻ്റെ നമുക്ക് യൂട്യൂബ് ലൈവ് വീഡിയോ ഉണ്ട്. ഈ ഗ്രൂപ്പിൽ കാലഭൈരവസ്വാമിയുടെ ഗ്രൂപ്പിൽ യോജിപ്പിക്കാൻ താല്പര്യമുള്ളവർ അതിൻ്റെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ കാലഭൈരവസ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.